ആരാണ് ആ ഉന്നതൻ? പുറകിൽ നിന്ന് വിളിച്ചതാര്? ഒരു പത്രസമ്മേളനം നടത്തുമ്പോൾ സാമാന്യ മര്യാദ അനുസരിച്ച് ഒരു മിസ്കാൾ അടിക്കുകയോ അല്ലെങ്കിൽ മിസ്കാൾ അടിച്ചിട്ട് പുറത്തേക്ക് ഇറക്കി വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇടുകയോ, മെസ്സേജ് ഇട്ടാൽ ചിലപ്പോൾ കാണണമെന്നില്ല വാട്സപ്പിൽ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു തുണ്ട് കൊടുത്തോ ഒക്കെ അല്ലേ ചെയ്യേണ്ടത്. ഇത് പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന സൂപ്രണ്ടും നല്ല രസമാണ്. ഇന്ന് കേരള കൗമുദിയിൽ ആ ഫോട്ടോ തന്നെ ഉണ്ട്. സൂപ്രണ്ട് പ്രിൻസിപ്പാളും കൂടി അന്തം വിട്ടിരിക്കുന്നത്. അതിൽ ആരോ ഒരാൾ പ്രിൻസിപ്പാളാണെന്ന് പറഞ്ഞാൽ അന്തം വിട്ട് കുന്തം വഴുകി നിൽക്കുകയാണ്. എന്താണ് നിൽക്കുന്നത് നോക്കൂ. അദ്ദേഹത്തിന് കൊഴുക്കട്ട കഴിച്ചു പിന്നെ വായിൽ കുടുങ്ങിയതാണോ അതോ ഇനി ബാത്റൂമിൽ പോകാൻ ഗ്യാസ് കയറിയതാണോ എന്താണെന്നറിയില്ല. അദ്ദേഹം ഇരിക്കുന്ന കണ്ടോ? ഈ പത്രത്തിൽ നോക്കൂ, നിങ്ങൾ ഇന്നത്തെ പത്രത്തിൽ നോക്കൂ. പ്രിൻസിപ്പാൾ ഇരിക്കുന്ന കണ്ടില്ലേ? പ്രിൻസിപ്പാളിൻ്റെ ചെവിയിൽ സൂപ്രണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ആ ഫോൺ വന്നിട്ടുണ്ട്, ഉടനെ തന്നെ മറ്റതുകൂടെ പറയടാന്ന്. ആരാണ് ആ ഉന്നതൻ? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? നിങ്ങൾ വിചാരിച്ചാൽ ഒരു പ്രൊഫഷണലിനെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നില്ല. ഉള്ള പ്രൊഫഷണലുകളെല്ലാം പുറത്തു പോകുന്നു, രാജ്യത്ത് നിന്ന് പുറത്തു പോകുന്നു, ഇന്ത്യയിൽ കേരളത്തിൽ നിന്ന് പുറത്തു പോകുന്നു. 80,000 സീറ്റുകളാണ് ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നത്. 13 സർവകലാശാലകളിൽ 12 VC-മാരില്ല. ചക്കളത്തിൽ പോരാണ്. നിങ്ങൾ സിസ്റ്റം മുഴുവൻ കല്ലിലടിച്ച പൂക്കുല പോലെ അടിച്ചു ഉടച്ചു. ആ ഒരു ഡോക്ടർ, ഇദ്ദേഹം ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന അദ്ദേഹം വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് പഠിച്ച് മെഡിക്കൽ കോളേജിൽ തന്നെ ജോലി വാങ്ങിയിട്ട് അദ്ദേഹം കുറച്ച് ദിവസം ചെറിയ പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിദേശത്ത് പോയി. അവരെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന അമ്മ, ആരോഗ്യ അമ്മ, ഹെൽത്ത് അമ്മ വിളിച്ചിട്ടാണ് അവർ കേരളത്തിൽ അദ്ദേഹം തിരിച്ചു വന്ന് ജോയിൻ ചെയ്തത്. അദ്ദേഹം വന്ന് ജോയിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ തിരക്കഥയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അദ്ദേഹം എറണാകുളത്ത് അയച്ച ഉപകരണം അദ്ദേഹം മോഷ്ടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. എറണാകുളത്തുകാർ അത് ഇവിടെ ഉപകരണം നന്നാക്കാൻ കിട്ടിയിട്ടുണ്ടെന്ന് അവർ റെസിപ്റ്റ് കാണിച്ചപ്പോൾ വീണ്ടും തിരക്കഥ പൊഴികൾ. എന്തിനാണ് നിങ്ങൾ ഈ തിരക്കഥകൾ ഒന്നൊന്നൊന്നായി ഇങ്ങനെ വെട്ടിക്കൂടുന്നത്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ലക്ഷ്യമിടുന്നത് ഫാസിസ്റ്റ് ഭരണരീതിയാണത്. നിങ്ങൾ ഹാരിസ് അല്ല നിങ്ങളുടെ ലക്ഷ്യം. മിസ്റ്റർ പിണറായി വിജയൻ, അതുപോലെ ഗോവിന്ദൻ മാഷെ, മിസ്സിസ് വീണ ജോർജ്, നിങ്ങളുടെ ലക്ഷ്യം ഹാരിസ് അല്ല. നിങ്ങളുടെ ലക്ഷ്യം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. ഹാരിസേ അല്ല നിങ്ങളുടെ ലക്ഷ്യം. ഞാൻ എൻ്റെ ഒരു ദുരനുഭവം പറയട്ടെ. ഞാൻ മുഖ്യമന്ത്രിയുടെ വകുപ്പിലാണ് അവസാനമായി, ഞാനിതൊന്നും പറയണ്ട എന്ന് വിചാരിച്ചിരുന്ന് പോകുന്ന ആളായിരുന്നു. ഞാൻ മുഖ്യമന്ത്രിയുടെ വകുപ്പിലാണ് അവസാനമായി ജോലി ചെയ്തിരുന്നത്. മുഖ്യമന്ത്രി വകുപ്പിൽ ജോലി ചെയ്തിരുന്നപ്പോൾ എൻ്റെ ഓഫീസിലെ ആരോ ഒറ്റ കൊടുത്തതാണ്, ആരെന്ന് എനിക്കറിയില്ല. ഒറ്റ കൊടുത്തതിന് ഫലമായി ജീവിച്ചിരിക്കാത്തൊരുത്തൻ, ജീവിച്ചിരിപ്പില്ല, അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പില്ലാത്തൊരു കള്ള അഡ്രസ്സിൽ ഗവൺമെൻറ്റിൽ ഒരു കത്തെഴുതി, ഒരു പരാതി എഴുതി മുഖ്യമന്ത്രിക്ക്. എന്താ പരാതി എന്നറിയാവോ? ഞാൻ ലേഖനം എഴുതുന്നു, പുസ്തകം എഴുതുന്നു, ചാനലുകളിൽ പോയി ചർച്ച ചെയ്യുന്നു, അതുകൊണ്ട് എന്നെ നിയന്ത്രിക്കണം. കേട്ട പാതി, കേൾക്കാത്ത പാതി, വെന്ത പാതി, വേവാത്ത പാതി, മുഖ്യമന്ത്രി ഓഫീസിൽ നെസസറി ആക്ഷൻ എന്ന് പറയുന്ന വിശദീകരണം ചോദിക്കുന്നു. ഞാൻ ഒരു പേജ് വിശദീകരണം കൊടുക്കുന്നു. മലയാളത്തിൽ വന്ന കത്തായതുകൊണ്ട് മലയാളത്തിൽ തന്നെ വിശദീകരണം കൊടുത്തു. വിശദീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് വിശദീകരണം തൃപ്തികരമല്ല എന്ന് വീണ്ടും മറുപടി തരുന്നു. 10 പേജുള്ള മറുപടി ഞാൻ കൊടുത്തു. ഞാൻ എഴുതിയത് 16 പുസ്തകം എഴുതി. എൻ്റെ ബയോഡേറ്റ പറയുക അല്ല, ഹാരിസിൻ്റെ വീഡിയോയിൽ ഞാൻ 16 പുസ്തകം എഴുതി. വിവിധ ഗവൺമെൻറ് സ്ഥാപനങ്ങളും പിന്നെ സ്വകാര്യ സ്ഥാപനങ്ങളും ഒക്കെ അത് പബ്ലിഷ് ചെയ്തു. നന്നായി പോപ്പുലറായിട്ടുള്ള ബുക്സാണ്. ഞാൻ അല്ലാതെയും ബുക്സ് ഇറക്കി. 2000-ലധികം ലേഖനം എഴുതി. എല്ലാം മഴയെയും വെള്ളത്തെയും പരിസ്ഥിതിയെയും ആസൂത്രണത്തെയും ഒക്കെ കുറിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തെയും മാറ്റത്തെയും അതുപോലെ ദുരന്ത പരിപാലനത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ് എഴുതിയത്. ആ പുസ്തകങ്ങളും ലേഖനം എഴുതിയതിൻ്റെ പേരിൽ എന്നെ ക്രൂശിച്ചു. 1967 മറ്റൊരു നിയമം കിടപ്പുണ്ടെന്ന്, പുസ്തകം എഴുതണമെങ്കിൽ സർക്കാർ ഉത്തരവ് വേണമെന്ന്, അല്ലെങ്കിൽ വെറ്റ് ചെയ്യണമെന്ന്. ഞാൻ എഴുതിയ ഈ 16 പുസ്തകവും 2000 ലേഖനവും രാവിലെ പത്രക്കാർ വിളിച്ച് പറയും, ഇതാ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായിട്ട് സുഭാഷേ ഒരു ലേഖനം തരണം, ഉടനെ നാളത്തേക്ക് വരേണ്ടതാണ് പത്രത്തിൽ. ഉടനെ ഞാനത് സെക്രട്ടേറിയറ്റിൽ അയച്ച് വെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ. എനിക്ക് തലയ്ക്ക് ഭ്രാന്തില്ല, സിസ്റ്റത്തിനാണ് ഭ്രാന്ത്. ആ സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഹാരിസിനെ ഒതുക്കുന്നത്. ഒരാളെ ഒതുക്കുന്നതല്ല, നിങ്ങളെല്ലാവരെയും ഒതുക്കാനാണ്. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ, പിന്നെ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അങ്ങോട്ട് പോകരുത് സിസ്റ്റത്തിലുള്ളവരെന്ന് നിങ്ങൾ ഉത്തരവിറക്കിയ ഭരണകൂടമാണിത്. നിങ്ങൾ റവന്യൂ മന്ത്രിയുടെ കൂടെ ഉണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയിൽ ആ സ്ത്രീ പറഞ്ഞത്, ആ വനിത എനിക്കും പരിചയമുള്ള, എനിക്കും റെസ്പെക്റ്റുള്ള വനിതയാണ്. ആ വനിത പറഞ്ഞ ഡിങ്കു ബിസ്വാൾ IAS പറഞ്ഞത്, ആ കൊണ്ടുവന്നവനേ പൊട്ടൻ, എനിക്ക് ഉത്തരവിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കി തന്ന, റെക്കമെൻഡേഷൻ തന്നവനേ പൊട്ടൻ, ഞാൻ മരപ്പൊട്ടി, അല്ലെങ്കിൽ ഞാനത് നോക്കാതെ ഒപ്പിടില്ലായിരുന്നല്ലോ. 24 മണിക്കൂറേ ആ ഓർഡറിന് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ശാസ്ത്രലോകം അവിടെ പോകരുതെന്ന്, എവിടെ ആപത്തുണ്ടായാലും ആദ്യം അവിടെ അയക്കുന്നത് ശാസ്ത്രജ്ഞന്മാരെയാണ്. പക്ഷേ ശാസ്ത്രലോകം പോകരുതെന്ന് പറഞ്ഞ് വലിയ വിവാദം ഉണ്ടാക്കി. 67 നിയമം എടുത്ത് വെച്ച് ഉണ്ടാക്കി. ഞാൻ ചാനലുകളിൽ പ്രളയകാലത്ത് പോകുമായിരുന്നു. ഒരുപാട് കൃത്യമായി അന്ന് ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെടുത്തിയിട്ടൊക്കെ എൻ്റെ ശാസ്ത്ര അറിവുകൾ ചെറുതാണെങ്കിലും ഞാൻ പങ്കുവച്ചപ്പോൾ 67 നിയമം എടുത്തുകൊണ്ട് വന്ന് സകല ഓഫീസുകളിലേക്കും സർക്കാർ ഉത്തരവ് പോയി. എന്താ പോയത്? ആരും ചാനലിൽ പോകരുത്, പോവുകയാണെങ്കിൽ സർക്കാരിന് അനുവാദം വാങ്ങണം.
എന്തൊരു നാടാണിത്! ഇതിൻ്റെ പേരാണ് ഫാസിസം. അതിൻ്റെ അവസാനത്തെ ഇരയല്ല ഹാരിസ്. ഇനി ഇരകൾ ഉണ്ടാകാതിരിക്കാനുള്ള തിരക്കഥകളാണ് ഇവിടെ നടക്കുന്നത്. ഹാരിസ്മാരുണ്ടാകാതിരിക്കണം. എന്ത് തോന്നിയവാസം കാണിച്ചാലും പുരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു പോവണം. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇവിടെ സാന്ദർഭ്യമായൊരു പേര് വരുന്നു. ഡോക്ടർ ഇക്ബാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഡോക്ടർ ബി ഇക്ബാൽ. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തലതൊട്ടപ്പന്മാരായ കമ്മിറ്റികളിലുള്ള ഏറ്റവും പഴയ തലമുറയിൽപ്പെട്ട ഡോക്ടർ ഇക്ബാലിൻ്റെ ഒരു പോസ്റ്റുണ്ട്. അത് എനിക്ക് തന്ന പോസ്റ്റല്ല, അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ശാസ്ത്ര സാഹിത്യ പരിഷത്തുകാരുടെ വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ഡോക്ടർ ഇക്ബാൽ ഒരു കാര്യം ഇട്ടിരുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും എന്തൊരു തോന്നിയവാസമാണ് കേരളത്തിൽ നടക്കുന്നത്. ഇക്ബാൽ ലേഖനം എഴുതിയിരുന്നു. ആ ഇക്ബാലിനെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടുത്തൂ. ഡോക്ടർ ഇക്ബാൽ, നിങ്ങളുടെ സഹയാത്രികനായി ചങ്ങനാശ്ശേരിയിൽ മത്സരിച്ച് തോറ്റ ഡോക്ടർ ഇക്ബാലിനെങ്കിലും നിങ്ങൾ ബോധ്യപ്പെടുത്തൂ. വീണ ജോർജ്, എന്താണ് നിങ്ങൾ ഹാരിസിൻ്റെ പിറകെ പിന്നാമ്പുറം പോയി നിങ്ങൾ ഹാരിസിനെ കൊടുക്കുക? നിങ്ങളുടെ ലക്ഷ്യം ഹാരിസ് ആത്മഹത്യ ചെയ്യണോ? നിങ്ങൾ പാതി കൊന്നു, ഇനിയും കൊല്ലണമോ? ഓരോ തിരക്കഥകളും പൊളിഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് തിരക്കഥ എഴുതാനും അറിയില്ല എന്നുള്ളതല്ലേ? വല്ല സിബി മലയിലിനെയോ അല്ലെങ്കിൽ സിനിമാ സംവിധായകരായിട്ടുള്ള തിരക്കഥ എഴുതുന്നവരുണ്ട്, അവരുടെ സഹായം എടുക്കൂ. വേണമെങ്കിൽ എല്ലാ മന്ത്രിമാരുടെ ഓഫീസിൽ ഓരോ തിരക്കഥാകൃത്തുക്കളെയും കൂടെ വയ്ക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ നല്ല തിരക്കഥകൾ എഴുതൂ. അല്ലെങ്കിൽ നമ്മുടെ ഗണേഷ് കുമാർ സാറിനോട് പറഞ്ഞാൽ സിനിമാ ലോകത്തുനിന്ന് തിരക്കഥ എഴുതുന്ന ആർട്ടിസ്റ്റുകളെ പിടിച്ചു തരും, അവരെ വയ്ക്കൂ. നിങ്ങൾ ഹാരിസിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ലക്ഷ്യം ഒരു ഹാരിസ് അല്ല, ഹാരിസ്മാരാണ്. നിങ്ങളുടെ ലക്ഷ്യം ഒരു വ്യക്തിയല്ല, ഒരു ഡോക്ടറല്ല. നിങ്ങൾ ഫാസിസമാണ് നടപ്പിലാക്കുന്നത്. നിങ്ങൾ ഫാസിസ്റ്റ് ആകരുത്. മുക്കിന് മോഡി ഫാസിസ്റ്റാണെന്നും BJPയും RSSും ഒക്കെ ഫാസിസം കൊണ്ടുവരുന്നുവെന്ന് പുരപ്പുറത്ത് കയറുന്ന കൂവുകയും താഴെ ഇറങ്ങി നിങ്ങൾ ഫാസിസ്റ്റ് ഫയലുകളിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്ന ഒരുതരം പ്രവർത്തനമുണ്ടല്ലോ, അതിനെ എന്ത് പേരിട്ടാണ് വിളിക്കുക? നിങ്ങൾ വനിതയായതുകൊണ്ട്, ഞാൻ വനിതകളെ കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു.